ആധുനിക ലോകത്ത് യുദ്ധങ്ങൾ നടക്കുന്നത് കേവലം തോക്കുകളും ബോംബുകളും ഉപയോഗിച്ച് അതിർത്തികളിൽ മാത്രമല്ല, മറിച്ച് സ്മാർട്ട് ഫോണുകളിലൂടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും ജനങ്ങളുടെ മനസ്സുകളിലാണ്. ഇതിനെ ഇൻഫർമേഷൻ വാർഫെയർ എന്ന് വിളിക്കാം. ഈ സാഹചര്യത്തിലാണ് സമാധാനത്തിനായി കരഞ്ഞുകൊണ്ട് അഭ്യർത്ഥിക്കുന്ന ഒരു US സൈനികയുടെ വീഡിയോ ആഗോളതലത്തിൽ ചർച്ചാ വിഷയമാകുന്നത്. ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു US വനിത സൈനിക യൂണിഫോമിൽ ഇരുന്നു കൊണ്ട് വികാരാതീതനായി സംസാരിക്കുന്ന വീഡിയോയാണ് പ്രചരിച്ചത്. ഇത് ഞങ്ങളുടെ യുദ്ധമല്ല, ഞങ്ങൾക്ക് സമാധാനം വേണം, എനിക്ക് വീട്ടിൽ പോകണം എന്ന് കരഞ്ഞുകൊണ്ട് പറയുന്ന ഈ ഉദ്യോഗസ്ഥയുടെ വാക്കുകൾ നിമിഷ നേരം കൊണ്ടാണ് ലോകമെമ്പാടും വൈറലായത്. യുദ്ധത്തിനെതിരെയുള്ള ഒരു ശക്തമായ വികാരമായി ഇത് വ്യാഖ്യാനിക്കപ്പെട്ടു. വീഡിയോ വൈറലായതിന് പിന്നാലെ തന്നെ ഇതിന്റെ ആധികാരികതയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നു. വിശദമായ പരിശോധനയിൽ ഈ വീഡിയോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്ന് വ്യക്തമായി. എക്സ് പ്ലാറ്റ്ഫോമിലെ AI ടൂളായ ഗ്രോക്ക് ഈ വീഡിയോ വ്യാജമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. സൈനിക ധരിച്ചിരിക്കുന്ന യൂണിഫോം നിലവിലെ US സൈന്യത്തിന്റെ ഔദ്യോഗിക യൂണിഫോമുമായി പൊരുത്തപ്പെടുന്നില്ല. ഡെയിലി ചൈന ന്യൂസ് എന്ന പാരഡി അക്കൗണ്ടാണ് ഈ വീഡിയോ ആദ്യം പങ്കുവച്ചതെന്ന് കണ്ടെത്തുകയുണ്ടായി. വീഡിയോയിലെ സൈനികയുടെ കണ്ണിന്റെ ചലനങ്ങളും മുഖഭാവങ്ങളും സൂക്ഷ്മമായി പരിശോധിച്ചാൽ അത് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് തയ്യാറാക്കിയതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ യുദ്ധവിരുദ്ധ വികാരം ശക്തമാക്കാൻ ഇത്തരം വീഡിയോകൾക്ക് സാധിക്കും. നിലവിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ നോ കിങ് എന്ന പേരിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾക്ക് ആക്കം കൂട്ടാൻ ഇത്തരം വ്യാജ പ്രചരണങ്ങൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഇറാൻ അനുകൂല അക്കൗണ്ടുകളാണ് ഈ വീഡിയോ വ്യാപകമായി പ്രചരിപ്പിക്കുന്നതെന്ന ആരോപണവും ശക്തമാണ്. സാങ്കേതിക വിദ്യ വളരുന്നതിനനുസരിച്ച് സത്യമേത് മിഥ്യ ഏതെന്ന് തിരിച്ചറിയാൻ പ്രയാസകരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഡീപ് ഫേക്ക് വീഡിയോകൾ ഉപയോഗിച്ച് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം വഷളാക്കാനും സൈനികരുടെ മനോവീര്യം തകർക്കാനും സാധിക്കും. ഈ വീഡിയോ ഒരു സൈനികയുടെ വ്യക്തിപരമായ വേദനയായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നതെങ്കിലും ഇതിനു പിന്നിൽ കൃത്യമായ അജണ്ടകൾ ഉണ്ടായിരുന്നു. വിവരങ്ങൾ വിരൽത്തുമ്പിൽ ലഭ്യമാകുന്ന ഈ കാലഘട്ടത്തിൽ കാണുന്നതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കുന്നത് അപകടകരമാണ്. ഒരു വാർത്തയോ വീഡിയോയോ പങ്കുവെക്കുന്നതിന് മുമ്പ് അതിന്റെ ആധികാരികത പരിശോധിക്കേണ്ടത് ഓരോ പൗരന്റെയും കടമയാണ്. യുദ്ധം മനുഷ്യത്വത്തിന് വലിയ ആഘാതങ്ങൾ ഏൽപ്പിക്കുന്നു എന്നത് സത്യമാണെങ്കിലും ആ സത്യത്തെ സ്ഥാപിക്കാൻ വ്യാജമായ വഴികൾ തേടുന്നത് ജനാധിപത്യത്തിനും സമാധാനത്തിനും ഭീഷണിയാണ്. ഡിജിറ്റൽ സാക്ഷരതയും വിമർശനാത്മകമായ ചിന്താഗതിയും മാത്രമാണ് ഇത്തരം ചതിക്കുഴികളിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ സഹായിക്കുന്നത്.